എങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത്? ഏറ്റവും നല്ല ജീവിതം. ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയത് അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1:28. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി ഭൂമിയിൽ പെരുകി അതിനെ അടക്കി ഭരിക്കുക എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. അങ്ങനെയുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിച്ചത്. ഇപ്പോൾ അങ്ങനെയുള്ള ജീവിതം വല്ലതുമാണോ നമ്മൾക്ക് ഉള്ളത്? അവിടെ സാത്താൻ പ്രവർത്തിച്ചു. സാത്താൻ്റെ പ്രവൃത്തി അവർക്കിടയിലുണ്ടായി. ദൈവത്തെ അനുസരിക്കാതെ അവർ ദൈവത്തെ വിശ്വസിക്കാതെ ആയിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 3:1-6. സർപ്പം സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ പഴം പറിക്കുകയോ ഭക്ഷിക്കുകയോ തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും കുറിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും സർപ്പം സ്ത്രീയോട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. അവൾ അത് പറിച്ചു തിന്നുകയും അവൾ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആദാമിനെയും ഹവ്വയെയും സാത്താൻ സ്വാധീനിച്ച് വശത്താക്കി ദൈവത്തിനെതിരാക്കി തിരിച്ചു. ഹവ്വയ്ക്ക് കിട്ടേണ്ട പല നന്മകളും ദൈവം തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും അവരെ തെറ്റിദ്ധരിപ്പിച്ച് ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ കൂടുതൽ സന്തോഷം കിട്ടുമെന്നും പറഞ്ഞു. സാത്താൻ ഹവ്വയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല എന്നും. അന്ന് മുതൽ തുടങ്ങിയതാണ് മനുഷ്യൻ്റെ പതനം.